guys, welcome back to YouTube channel. Say yes to Annie and Ashna for 24 hours. Say Anand to 24 hours. No. ഞങ്ങൾക്ക് 24 hours ഉണ്ടോ? എന്റെ അശ്നേച്ചിന്റെ ദിവസം 24 days say yes. 24 days മണ്ടയിൽ ബ്ലാർന്ന് കൊള്ളും. അഷ്ട പറഞ്ഞില്ല, അത് നമ്മള് യെസ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾക്ക് ചിത്തു yes പറയും. അന്നേ പറയുന്ന എനിക്ക് പുറത്തൊക്കെ പോയിട്ട് കുറെ ദിവസമായി നമ്മൾ ഒരിടത്തും കൊണ്ടുവന്നില്ല. ക്രിസ്മസിന് 10 ദിവസം ലീവ് ഇട്ടിട്ട് 10 ദിവസം പനി പിടിച്ച് ഞാൻ അവിടെ കിടന്നു. അതിൽ 5 ദിവസം ഇവർക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതിൽ 5 ദിവസം പനി പിടിച്ച് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എവിടെ കൊണ്ടുപോകാൻ വേണ്ടി. ഇനിയില്ലേ നമുക്ക് ചിത്തു ചാന്റെ ന്യൂ ഇയർ റിസൊല്യൂഷൻ കേൾക്കാം. അഷ്ടകുട്ടിക്ക് ഒരു താങ്ങും തണലുമായി ജോർജിൽ ജിത്തു ചേച്ചനുണ്ടോ? താങ്ക്സ്. എനിക്ക് ആ പൂ വേണം. അഷ്ടകുട്ടി മിക്ക സ്ഥലങ്ങളിൽ ഈ ബൊക്കെ ഷോപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോ അത് വഴി പോലെ പറയും നമുക്കിതൊന്ന് ഈ ബൊക്കെ വാങ്ങണം എന്ന് എനിക്ക് അന്നേ ഒരു ഇതായിരുന്നു. ഇത് ഞാൻ ഇനി ഈ ട്രിപ്പ് ഫുള്ള് ഞാൻ ഇത് വെച്ച് പിന്നെ അല്ലാണ്ട് ലാസ്റ്റ് വാങ്ങിയാൽ മതിയായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ റോസ് വാങ്ങിച്ചതെന്ന്. അതൊക്കെ ഉണ്ട് ഗായ്സ്. അറിയോ ആനി ആൻഡ് റോസ്? അപ്പൊ പണ്ടേ മുതലുള്ള ഒരു ആഗ്രഹം. അല്ല പണിയായിരിക്കും തോന്നുന്നു. ഇല്ല, ഞാൻ അവിടെ ഇരിക്കും. അഭിനയ്, നീ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്യാം. എന്താ പ്ലാൻ ചെയ്യും? ഞാൻ അവിടെ പ്ലാൻ ചെയ്യാൻ അവനല്ലേ പറഞ്ഞ. സോറി, എനിക്കിതിൽ എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെ പഠിക്കാനേ സമയം കിട്ടില്ല. വെണ്ണ ബാഗ് ഞാനൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഫീലില്. പിന്നെ അല്ലാണ്ട് ഓക്കെ. Camera rolling action. ഞാൻ വളച്ചു കൂട്ടിയല്ലാതെ കാര്യം പറയോ? എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. Can I get your number? എനിക്ക് തോന്നുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് കുറച്ചുകൂടെ ഫീൽ ആയിട്ട്. It was at this moment that he knew he fucked up. ഒന്നുകൂടി ഒറ്റ ലാസ്റ്റ് ട്രൈ. ഹായ് ആനി, ഇന്ന് കുറച്ചൊരു സുന്ദരിയായിട്ടുണ്ട്. ഇന്നലേക്കാളും കുറച്ചൊരു സുന്ദരിയായി. കാരണം എന്താണെന്നറിയോ? എന്നെ കാണുമ്പോൾ തൊട്ട് എനിക്കിങ്ങനെ നെഞ്ചൊക്കെ അങ്ങനെ നോക്കല്ലേ ആനി, അങ്ങനെ നോക്കല്ലേ ആനി, അങ്ങനെ നോക്കല്ലേ ആനി, അങ്ങനെ നോക്കല്ലേ, അങ്ങനെ നോക്കല്ലേ ആനി, അങ്ങനെ നോക്കല്ലേ ആനി. പിന്നെ എങ്ങനെ നോക്കണം? ഇന്ന് റോൾ എന്തെന്നറിയാമോ? ഇന്ന് റോൾ എന്ന് പറയുമ്പോ നീ മറ്റേ ലാഡിലുള്ള ജാസ്മിൻ, ഞാൻ മറ്റേ ജീനി. നിനക്ക് 2 ആഗ്രഹങ്ങൾ പറയാം, അതൊക്കെ അച്ഛൻ സാധിച്ചു തരും. ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാൻ ഫണ്ണായിരിക്കും. വീഴാം. അവര് ക്രിസ്മസ് വില്ലേജ് എല്ലാം പൂട്ടിക്കണം. ഐസ് വില്ലേജ് പോണെങ്കിൽ ഇനി ഡൽഹി പോണം. നോ ഇഷ്യൂസ്. അശ്വകുട്ടി ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തമ്പുരാൻ അറിയാം, കൊണ്ടാന്ന് നോക്കിട്ട് വരാം. അന്ന് ക്രിസ്മസ് വില്ലേജ് വെച്ചാൽ നിനക്ക് വേറൊരു ആഗ്രഹം കൂടെ പറഞ്ഞാൽ അത് എനിക്ക് സാധിച്ചു തരാൻ പറ്റില്ലല്ലോ. അന്ന് ചിമ്നി കേക്ക്. അതില്ലേ, ചിമ്മിനി കേക്കിന് വേണ്ടി നടന്ന് ന്യൂ ഇയർ ഈവ് കഴിഞ്ഞു. ഇപ്പൊ ചിമ്നി കേക്ക് വാങ്ങിച്ചു തരാം. വാ. ചിമ്മിനി കേക്ക് വാങ്ങിച്ചു തരുമെന്ന് ചാച്ചൻ പറഞ്ഞു. ചിമ്മിനി കേക്ക് വാങ്ങിച്ചു തന്നു. ചാച്ചന് ഒറ്റ വാക്കേ ഉള്ളൂ. A few moments later. ഒരു പാടുണ്ട് തിന്നു തീർച്ചാൽ. സാധനം കൊള്ളാമോ ഇല്ലയോ? வா மச்சான் எவ்வளவு வருஷம் ஆச்சு உன்னை இப்படி பார்த்து. அவ்வளவு உன்னதான்டா பாத்துன்னு போ மச்சான், போய் மாசு கட்டுறா. വർഷമായിട്ട് കാണുക. ഇനിയുള്ള വർഷമൊക്കെ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ഞാൻ വളച്ചു കൂട്ടിയല്ലാതെ കാര്യം പറയുമോ? എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കല്ലേ.
പറയാതിരിക്കാൻ വയ്യ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം പറഞ്ഞപ്പോഴേ എനിക്ക് ആശ്വാസമായി. ഞാൻ പെട്ടെന്ന് പറയാം, ഐ ലവ് യു ആനി. നിനക്ക് അമ്മയും മംഗളൊന്നും ഇല്ലടാ. പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് നാളെ കെടുത്തില്ല. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുമ്പോ പറയുന്നത്. പ്രപ്പോസ് കൊള്ളാന്നല്ല. ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ ലിഫ്റ്റ് അടിക്കുന്ന സീനിൽ ഇങ്ങനെ പറയൂലേ, നിനക്കൊന്നും അമ്മയും മംഗളില്ലടാ. ആ അത് ഡയലോഗ് എനിക്ക് അടുത്തേക്ക് പറയണമെന്നൊരു ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ എന്നെ കൂടെ വേണമായിരുന്നു. പക്ഷേ അങ്ങനെ ഗൈസ് എന്റെ ആഗ്രഹം നടന്നു ഗൈസ്. അടുത്ത ആഗ്രഹം പറ മാഡം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കയറുന്നു. നമ്മൾ നല്ല പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ മന്തിയും വടിയുന്നു തുടച്ചിട്ട് ഇന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ പൊറോട്ട ഇങ്ങനെ എടുത്ത് ഗ്രേവിയിലങ്ങ് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല ഉയരെன்று ഉന്നൈ നാനേ ഒരു നാളും சொல்ல പാനി ആഗ്രഹം കഴിഞ്ഞല്ലേ, നേരെ വീട്ടിൽ പോവാ. ഭയങ്കര വെയിൽ. ആര് പറഞ്ഞ് എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കണം. ഞാൻ ഇതെനിക്ക് ഷാപ്പിൽ പോയി കഴിച്ചിട്ടില്ല. പ്ലീസ് ശരി, വാ. സമയമില്ല, പെട്ടെന്ന്. ഇനി ഗൈസ് നമ്മളെ എപ്പോഴേ തണുത്ത് വയ്യ. നമ്മൾ നാളെ വന്ന് ഐസ് സ്കേറ്റിംഗ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ബാക്കി ആഗ്രഹം സാധിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ടേ മഞ്ഞും കോപ്പം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ണാങ്കട്ടിയില്ല. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടേ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു അഭിപ്രായത്തിൽ ജോർജ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നെക്സ്റ്റ് വണ്ടിയിൽ അഷ്ന പാക്ക്. അപ്പൊ നമ്മളിവിടെ ഇന്ന് എവിടെ പോകാൻ പോകുന്നു? ഐസ് സ്കേറ്റിംഗ് പോയിട്ട് ഇന്ന് ജിത്തോനെ കൊറേ ആഗ്രഹം പറയണുണ്ട്. വാ, അങ്ങനെ സക്സസ്ഫുള്ളി അത് മുഞ്ചിരിക്കുന്നു. നിനക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സ്നോയിൽ കാണാനുള്ള ഒരു വിധി ഇല്ലെന്നാണ് എന്റെ സ്നോ കാണാനുള്ള ഒരു മോഹമായി വന്ന ഞാൻ ഇവിടെ മെയിന്റനൻസ് എന്തോ നടക്കും. കയറ് പോലെ സൂപ്പർ. നമ്മള് പോണ വഴിക്ക് ഡബിൾ ടോക്ക് ബസ് കണ്ടു. ഞാൻ ഇതൊരിക്കും പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പോവാം. അതുകൊണ്ട് നമ്മള് ബസ് സ്റ്റാൻഡിൽ വന്ന് നിർത്തി. എന്താ വെച്ചാൽ ബാക്കിൽ നിന്ന് വരും. ഇത് നമ്മ കണ്ടു നിൽക്കും, നല്ല ഹൈറ്റ്. നമ്മൾ എവിടെ ഇറങ്ങുമെന്നറിയാമോ? എനിക്കറിഞ്ഞൂടാ. ചാക്കയെടുത്ത് അനന്തു കടുത്ത ചാസര കണ്ടില്ല കഴിച്ച വട്ടം വെച്ച് വരാന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ല. കൊള്ളായിരുന്നു. അയ്യോ അതാണ്ട് എത്തി അടുത്ത. ഒരു ആഗ്രഹം പറയാൻ ബുക്കിൽ മൊത്തം ആഗ്രഹമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിനി എന്റെ ചെറിയ ആഗ്രഹങ്ങൾ 24 ഡേയ്സിലേക്ക് 24 hours എങ്കിലും വേണ്ട. ഉറക്കത്തിന്ന് എണീപ്പിച്ച് വിളിച്ചാൽ ഞാൻ ഈ സാധനം തിന്നാവുന്ന സാധനം. അനന്തച്ചാൻ നല്ല സൂപ്പർ ആയിട്ട് അറിയാം. കാരണം അനന്തച്ചാൻ ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിക്കാറുള്ളതാണ്. ഞാൻ ആനി ചെറിയൊരു സാധനം അല്ല, ചോക്ലേറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര? -7. ഇപ്പോൾ ഐസ്ക്രീം വേണം. തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ച് തൊണ്ട അടിച്ചു പോകും. ശരിതാ എന്റെ ആഗ്രഹം. എന്തായാലും ഐസ് സ്കേറ്റിംഗ് ക്യാൻസൽ ആയി. അത് തിന്നെങ്കിലും ചെയ്യാം. ഫ്ലൈറ്റ് പോണൊക്കെ കാണായിരുന്നു. ആ വഴിയോടെ പോയായിരുന്നു. ഇതൊക്കെ നമ്മള് പണ്ടാ വിട്ട സീന്. പിന്നെ 2 പെണ്ണുങ്ങൾ, എന്റെ മമ്മിയും ചേച്ചിയും.
അന്നൊരു ദിവസം ലുലു മോളിൽ വന്നപ്പോൾ ഞങ്ങൾ ആനിയ നാഷണൽ 24 hours എന്നുള്ളൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഡാൻസ് ചേട്ടുണ്ടായിരുന്നു. ഡാൻസ് ചേട്ടൻ പറഞ്ഞ് അപ്പം ഞാൻ ഇന്ന് പോവല്ലേ, അപ്പം എനിക്കും കൂടെ ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞു. ഒരു നല്ല ബാഗ് വാങ്ങിക്കുക. നീ ഞങ്ങൾ ചുമക്കത്തില്ല, നീ നിങ്ങൾക്ക് ചുമക്കാൻ തന്നെയാണ് ഞാൻ മേടിക്കുന്നത്. ഓക്കെ, ഞാൻ വാങ്ങിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. അശ്ലേജിക്ക് എനിക്കും കൊണ്ടുപോകാൻ വേണ്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാഗ്. നീ ഇതെടു, എന്നിട്ട് നീ ഇതും എടു. സ്നേഹമുള്ളവര് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ അതനുസരിക്കണം. ഓക്കെ അച്ഛാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇത് രണ്ടും ഇഷ്ടപ്പെട്ടത്, രണ്ടും എടുത്തു. എനിക്കൊരു വാച്ചായിരുന്നു വേണ്ടിയിരുന്നത്. അതും കൂടെ ഒന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഫസ്റ്റ് ഞാൻ ഓടി വന്ന് നോക്കിയത് ഈ വാച്ചാണ് ഗൈസ്. എനിക്കൊരു 3 വാച്ച് ഇഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ച് എടുക്ക്. ഈ ഗോൾഡ്, ആ സിൽവർ, ആ ബ്ലൂ. ഇതിനിടണം. മോയ് മോയ്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഓ, നമ്മള് ബാഗുമായിട്ട് സെയിം പിച്ച. ചച്ചാവിന് ഇഷ്ടപ്പെട്ട കളർ അതുകൊള്ളാല്ലേ, ഇത് കൊള്ളാം. നീ ഇതെടുത്ത്. അപ്പൊ ഞാൻ ഇതെടുത്ത്. അപ്പൊ 2 എടുത്ത് തരും. മോയ് മോയ്. എനിക്ക് നല്ല വിശപ്പ്, കട്ട വിശപ്പ്, കുടല് കരിയണ വിശപ്പ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി വേണം. പിള്ളേരെല്ലാരും മിസ് ചെയ്യുന്നു. അവര് നമ്മളെല്ലാരും അടുത്ത വർഷം കാണുമല്ലോ ഇവിടെ. പ്രതീക്ഷിക്കാം. ഐസ്ക്രീം, ഒരു പൊടി. ഇത് കുറച്ച് ലക്ഷറി ഐസ്ക്രീമാണ്. പക്ഷെ നോർമൽ ഐസ്ക്രീം ആയിരുന്നു വേണ്ടത്. എന്താ ഡ്രസ്സല്ലേ? യെസ്. ഓ, താങ്ക് യു. ഞാൻ ഇപ്പൊ ഒരു സാധനം എടുക്കും. യെസ് എന്ന് മാത്രം പറയണം. ഞാൻ ജെയ്ക്കേനെ എടുക്കുന്നു. ഞാൻ ജങ്കുക്ക്. പറ എസ് എന്ന് പറ. എനിക്ക് എല്ലാരും ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് ചെറുതായിട്ടൊരു കഷ്ടമുള്ളത് ജെയ്ക്കേനെ അടുത്താണ്. അതുകൊണ്ടാണ് ജെയ്ക്കേനെ. തീർന്ന ആഗ്രഹങ്ങളല്ല. പറയട്ടെ, ആഗ്രഹം യുദ്ധത്തിന്റെ ആഗ്രഹമാണ് അഷ്ടക്കുട്ടിയുടെ ആഗ്രഹം എന്നാണ് പറയാൻ വരുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ അങ്ങനെയാണോ? സീരിയസ് ആയിട്ട് ചാനില്ലേ, ജോർജിയക്ക് ഫ്ലൈറ്റ് കയറിയ നമ്മൾ നാട്ടിലുള്ള ആരെയും വിളിക്കാറില്ല. അതിനിവിടെ പ്രസക്തി ഇല്ല. അനന്തചാൻ എപ്പോഴും വിളിക്കാറുണ്ട്. അഭിനയം സംസാരിക്കാറുണ്ട്, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ജിത്തോ ചാന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയ ആരെയും വേണ്ട. ജിത്തോ ചാൻ ഇപ്പൊ എന്ത് ചെയ്യണം, എല്ലാരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കും. എന്റെ ആഗ്രഹം സാധിക്കണില്ലേ? എന്റെ ആഗ്രഹം സാധിക്കലാണ് നല്ല ജിത്തുസിന് പണി തരികയെന്നല്ല. അതുകൊണ്ട് എന്റെ ആഗ്രഹമാണെങ്കിലോ ഇവരങ്ങനെ വേണ്ടത്തോണ്ടല്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അധികം ഇങ്ങനെ ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. ബൈ ബൈ. അതുകൊണ്ടാണ് വിളിക്കാത്തത്. നീ പറഞ്ഞോണ്ടല്ല, ഞാൻ കുറെ ദിവസം വിളിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു സാഹചര്യം സന്ദർഭം കാരണം ഇവിടെ ഭയങ്കര ബിസിയാണ്. ജിത്തോ ചാൻ നിങ്ങൾ ആരെയും വിളിക്കാത്തോണ്ട് ഞാൻ വിളിക്കാൻ വെച്ചതാണ് ഇന്ന്. വ്ളോഗ് എടുക്കണം നമ്മള്. സ്നേഹമില്ലെന്നോ? വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല. യുദ്ധത്തിന് സ്നേഹമില്ലെന്ന് പിള്ളേർ പറയുന്നു. ഇനി നമ്മളെ വേണ്ട, ഇനി അവര് സംസാരിക്കും. ഇല്ല എന്ന് തോന്നുന്നു, കഴിച്ചില്ല. 2000 രൂപ അയച്ചു. വയ്ക്കാൻ വേണ്ടി. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല. സമാധാനമായല്ലോ. നമ്മുടെ പിള്ളേരെ സന്തോഷം കണ്ട പിള്ളേരുടെ മനസ്സിൽ സന്തോഷം കാണുമ്പോണ്ടോ? അതുപോലെ തന്നെ അച്ഛനമ്മ ഇനി ഡെയിലി വിളിച്ചോണം. കാരണം അച്ഛനമ്മേനെ ഞങ്ങൾ നേരത്തെ വിളിച്ചു, അത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടയ്ക്ക് കയറി വല്ലപ്പോഴും കൂടെ സന്തോഷം കൊടുക്കുക, അതാണ് എന്റെ ഹാപ്പിനെസ്. ആരോ ഇനി ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? നിക്കാൻ പറഞ്ഞാൽ നിക്കണം. ഞാൻ പറയണത് അതേപടി ചെയ്യണം. കാരണം ഇന്ന് എന്റെ അടുത്ത് എസ് പറയണം. നോക്ക്, അഭിനല്ലേ ഇത്ര സമയം പണിയെടുത്തോണ്ടിരുന്നത്. എന്റെ ചാനൽ കുട്ടിപ്പണി. 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഞങ്ങള് കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് കാലുകൾ രണ്ടും ഒരുമിച്ച് ഇവിടെ 10 മിനിറ്റ് നിൽക്കണം. ഞങ്ങള് പോകുന്നു.
വെറുതെ ഇങ്ങനെ നിൽക്കണമെന്ന്. പക്ഷെ നമുക്ക് വേറൊരു പണി കൂടെ എടുക്കണം. എന്താ ഞാൻ വന്ന് എന്താ ഇങ്ങനെ നിന്നപ്പോ എനിക്കൊരു സങ്കടം. ഞാൻ നിക്കുന്നതേ വലിയ കാര്യം, ഇതിന് വരെ ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താ ആൾക്കാര് പൈസ തന്നാ കൂട്ടി വെച്ചിരിക്കണേ. ഇന്നത്തോടെ എന്നെ വെറുക്കും. ഇതേപോലെ തിരിച്ചൊരു ചലഞ്ച് ചെയ്തു. അത ഞാൻ മറന്നിട്ടേനെ. അന്ന് അനന്തച്ചാച്ച ഒരു ക്രോക്സ് എടുത്ത്, പക്ഷെ പൈസ തികയാത്തതുകൊണ്ട് അത് വെച്ചോണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ക്രോക്സ് മേടിച്ചെടുക്കാം. ഗൈസ് നല്ലൊരു ക്രോക്സ് നോക്കി നമുക്ക് എടുക്കാം. ഇതാണ് അവ അന്ന് എടുത്തേന്ന് തോന്നുന്നു. ഇത് അനന്തച്ചാൻ അന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, പക്ഷെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് എടുക്കാം. അവിടെ നിൽക്കണ നോക്കി വേറെ നമ്മള് വാങ്ങിച്ച് നമുക്ക് നൈസായിട്ട് പോയി കൊണ്ട് കൊടുക്കാം. പാവം എന്താ കൊറേ സമയമായിട്ട് അവിടെ നിൽക്കുന്നു. ഇത് വാങ്ങിക്കാൻ എത്ര പേര് വന്ന് ഫോട്ടോ എടുത്തെന്നറിയാമോ? കരയുന്ന അങ്ങോട്ട് സൈഡ് പോയി കരയാമോ? പെണ്ണുങ്ങളെല്ലാം ബാക്ക് ആകുമ്പോ വെച്ച് ഇങ്ങനെ നോക്കുന്നു. എന്തിനാണ് ഞാൻ നിൽക്കുന്നു? ഫാമിലിയോടെ ഫുൾ ഇരിക്കുവായിരുന്നു. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഫുൾ ടൈം. അവിടെ ഇരുന്നേരം എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. നീ അടുത്ത ഇതുപോലത്തെ ഒരു സാധനമല്ലേ അന്ന്? സൈസ് 8. ഞാനും ക്രോക്സ് ഫാമിലിയിലേക്ക് കടന്നിരിക്കുന്നു. ഇവ ഓരോ സൈഡ് പോയി ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എന്തിനാടി പോടാന്ന്. നല്ല നല്ല സ്ഥലങ്ങളല്ലേ, നല്ല നല്ല ലൈറ്റുകൾ. എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു പറയട്ടാ. ജിത്തോതെ എന്ന് എന്നെ ഇവിടെ ഒരു കൺസേർട്ടിന് ഒരു പാർട്ടിക്ക് നമുക്ക് പാർട്ടിക്ക് പോകാനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ 21 വയസ്സാവും. ഇല്ലെങ്കിൽ പാർട്ടി ശരി നിനക്ക് എന്താ വേണം? പാർട്ടിക്കാ പോണോ? നിന്റെ മെയിൽ ചെക്ക് മെയിൽ ചെക്ക് ചെയ്യൂ. മെയിൽ ചെക്ക് ചെയ്യൂ. മെയിൽ എങ്ങനെ ഉണ്ട്? ഫ്രൈഡേ ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ? 12-ാം തീയതി എവിടെ പോകുന്ന? 12-ാം തീയതി വെജോ ആദർശ് ADJയുടെ ഒരു കൺസേർട്ട്. മലയാളീസ് ആണ് ഇവരുടെ കൺസേർട്ട് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് പോവാണത്. എനിക്ക് മാത്രം ക്രോക്സ് ഇല്ല. ക്രോക്സ് വേണമെന്ന് പറഞ്ഞില്ലല്ലേ? എനിക്ക് ക്രോക്സ് വേണം. നമ്മൾ ക്രോക്സ് എടുക്കാം. ഡെക്കറേഷൻ വർക്ക് കുറച്ച് കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ക്രോക്സ് മേടിച്ചു ഗൈസ്. എന്റെ എത്രയോ വർഷത്തെ ആഗ്രഹമായിരുന്നു വെച്ചാ നിങ്ങളെല്ലാം ചോദിച്ചാ എന്റെ അടുത്ത് ഒരു ക്രോക്സ് വേണോന്ന്. എന്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു. സൂപ്പർ. എന്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഓക്കെ ആയിരിക്കുന്നു. പക്ഷെ അഷ്നേസി അവിടെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞു, ഞാനും ഇവിടെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇത്രയും ഇന്നത്തേക്ക് മതി. അപ്പൊ കൺസേർട്ടിന് നമുക്ക് കാണാം. ഓക്കെ, കൺസേർട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. കൺസേർട്ട് കാണാം. അപ്പൊ ഇവിടെ ഇത്രയുള്ളൂ. ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ പറയൂ, ഞാൻ അഷ്നേസിയും ആനിയ നാഷണൽ 24 hours ചെയ്തു. ഞങ്ങൾ തന്നെ വീണ്ടും ചെയ്യണമോ അതോ ഇവർക്ക് ചെയ്യണമോ എന്ന് നമുക്ക് ചെയ്യണം. ഇവര് 2 പ്രാവശ്യം ചെയ്തില്ലേ? അല്ലേ? അല്ല, അത് അവര് പറഞ്ഞാലേ നമ്മൾ കേൾക്കത്തുള്ളൂ. നിങ്ങൾ പറയൂ, ഇവർക്ക് ചെയ്യണോ വേണ്ടയോ അതോ ഞങ്ങൾ തന്നെ ചെയ്താൽ മതിയോ? കമന്റ് ബിലോ. ഓക്കെ, അയ്യോ നിങ്ങളിത് കമന്റ് ഇടല്ലേ. ഇവർക്ക് ചെയ്യാനെന്ന് ഇന്ന് കുറെ മണി കൊടുത്ത് അതെല്ലാം തിരിച്ചു കിട്ടും. വേണ്ട.